അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽ മുളാഫു ഇലാ യാഇൽ മുതകല്ലിം എന്ന ബാബാണ് നമ്മൾ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബാബിലെ ചർച്ച പുരോഗമിക്കുമ്പോൾ രണ്ടു തരം കാറ്റഗറൈസേഷൻ ഉണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഒരു കാറ്റഗറിയിൽ മുഫ്രദ്, ജംഉ മുഅന്നസ് സാലിം, അതുപോലെ തന്നെ ജംഉ തക്സീർ ഒക്കെ അടങ്ങുന്ന ഒരു കാറ്റഗറി. മറ്റേ കാറ്റഗറിയിൽ മഖ്സൂർ, മങ്കൂസ്, ജംഉ മുദക്കർ സാലിം, മുസന്ന. ഈ മങ്കൂസിൻ്റെയും മഖ്സൂറിൻ്റെയും ജംഉ മുദക്കർ സാലിമിൻ്റെയും മുസന്നയുടെയും ചർച്ച വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നടത്തി. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതുദ്ഗമുൽ യാ ഫീഹി വൽ വാവു വഇൻ മാ ഖബല വാവിൻ ളുമ്മ ഫക്സിറുഹു യഹുൻ വആലിഫൻ സല്ലിം വഫിൽ മഖ്സൂരി അൻ ഹുദൈലിൻ ഖീലാബുഹാ യാ അൻ ഹസൻ എന്ന രണ്ട് ബൈത്തും അതിൻ്റെ വളരെ ചെറിയ ഒരു ഷറഹുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. ആദ്യം നമുക്ക് ഷറഹ് വായിക്കാം, പിന്നെ ഇന്നത്തെ രണ്ട് ബൈത്തും ഇന്നലെ എടുത്ത രണ്ട് ബൈത്തും ഒരു തവണ കൂടി നമുക്കൊന്ന് അർത്ഥം വെച്ച് പറയുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മൾ നേരെ ഷറഹിലേക്ക് കിടക്കുകയാണ്. ഇന്നലത്തെ ക്ലാസ് നമ്മൾ നിർത്തിയത് മുസന്ന മർഫു ആകുമ്പോൾ അസ്വായ എന്നാണ് പറയേണ്ടതെന്നും എന്നാൽ ഹുദൈൽ ഗോത്രം അതിന് വിരുദ്ധമായി അസയ്യ എന്നാണ് പറയുന്നതെന്നുമാണ് അല്ലേ. അസ്വായ എന്നുള്ളിടത്ത് അലിഫിനെ അല്ലേ അലിഫൻ സെല്ലിം, അലിഫിനെ സാലിമാക്കുകയാണ് വേണ്ടത്. ഓക്കെ, അതിനെ ഇദ്ഗാമൊന്നും ചെയ്യാതെ അതിനെ യഥാർത്ഥ രൂപത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മഷ്ഹൂറായ അഭിപ്രായം. ഹുദൈൽ പറയുന്നത് ആ അലിഫിനെ യാ ആക്കിയിട്ട് യാ ഉൽ മുതകല്ലിമിനെയും ഈ യാഇനെയും ഇദ്ഗാമ ചെയ്യുകയാണ് വേണ്ടത് എന്ന ഹുദൈലിൻ്റെ ഒരഭിപ്രായം. ആ അഭിപ്രായത്തിന് ഉപോത്ബലകമായി ഒരു ഷാഹിദ് ബെയ്ത്താണ്. ആ ബെയ്ത്തിലാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. സബഖൂ ഹവയ്യ വഅനഖൂ ലിഹവാഹുമു ഫതുഖുരിമു വലികുല്ലി ജംബിൻ മസ്റഉ. ഒരാൾക്ക് 5 മക്കളുണ്ടായിരുന്നു. ആ നാട്ടിൽ ഒരു പ്ലാഗ് പിടിപെട്ട് ഈ 5 മക്കളും മരിച്ചുപോയി. അങ്ങനെ ആ 5 മക്കൾക്കും ഒരു അനുശോചന കാവ്യം എഴുതി ഇയാൾ പറയുകയാണ്, അവരൊക്കെ അവരുടെ ആഗ്രഹത്തിന് അങ്ങോട്ട് പോയി, ഇന്നിവിടെ ബാക്കി നിർത്തി എന്നുള്ളൊരു പരാതിയും പരിഭവവും പോലെ ഈ മക്കൾക്ക് അനുശോചനം അർപ്പിക്കുകയാണ് ഈ പിതാവ്. സബഖൂ, അവർ മുൻകടന്നുപോയി, ഹവയ്യ എൻ്റെ ആഗ്രഹങ്ങളേക്ക്. ഓക്കെ, അപ്പോൾ എൻ്റെ 2 ആഗ്രഹങ്ങൾക്കും മുൻകടന്നവർ പോയി. വഅനകൂലി ഹവാഹുമു, അവർ അവരുടെ ആഗ്രഹങ്ങളെ ആലിംഗനം ചെയ്യുകയും ചെയ്തു. എന്താ അവരുടെ ആഗ്രഹങ്ങൾ ആലിംഗനം ചെയ്തുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തു. അവർ മരിക്കണമെന്ന് ആഗ്രഹിച്ചു, അങ്ങനെ അവർ പോയി. ഫതുഖുരിമു, അവർ അഖദതുഹുമുൽ മനിയ്യത്ത് എന്നാണ് അവിടെ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അഥവാ അവരെ മരണം പിടിച്ചു, അവർ നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ അവർ മരിച്ചു പോയി. പിന്നെ ഇപ്പം എന്താ ഇതിലൊരു ആശ്വാസം എന്ന് ചോദിച്ചാൽ വലികുല്ലി ജംബിൻ, എല്ലാ ഭാഗങ്ങൾക്കും എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികൾക്കുമുണ്ട് മസ്റഉ, വീണു പോകുന്ന ഇടമുണ്ട്. അപ്പോൾ എല്ലാവരും മരിക്കാനുള്ളതാണ് എന്നാണ്. ഇവിടെ ഹവയ്യ, അയാളുടെ 2 ആഗ്രഹങ്ങൾ എന്താണ് എന്നുള്ളത് പ്രധാനമല്ല. ശരിക്കും പറയേണ്ടത് സബഖൂ ഹവായ എന്നാണ്. അപ്പോൾ ഹുദൈൽ ഗോത്രത്തിൻ്റെ വാദത്തിന് ഉപോത്ബലകമായിട്ടാണ് ഹവയ്യ എന്നും പറയും എന്നുള്ളതാണ് ഷാഹിദ് ബെയ്ത്ത്. അപ്പോൾ ഇത് ഹുദൈൽ ഗോത്രത്തിൻ്റെ അഭിപ്രായത്തിൻ്റെ ഒരു ഷാഹിദാണിത്, സബഖൂ ഹവയ്യ. ഓക്കെ, ഇനി അതുകൂടി പറഞ്ഞ് നമ്മൾ ഇന്നലെ അവസാന ഭാഗത്തൊരു ഹാസിൽ പറഞ്ഞിരുന്നു. ആ ഹാസിൽ ഒന്നുകൂടി പറയാണ്. വൽ ഹാസിലു, മൊത്തത്തിൽ പറഞ്ഞാൽ അന്നയാ അൽ മുതകല്ലിമി, മുതകല്ലിമിൻ്റെ യാ തുഫ്തഹു മഅൽ മങ്കൂസി, മങ്കൂസിനോട് കൂടെ ഫത്ഹ് ചെയ്യപ്പെടും. റാമിയ, മഖ്സൂറിനോട് കൂടെ എങ്ങനെ ആയിരിക്കും? അസ്വായ. വൽ മുസന്ന ഗുലാമായ എന്നായിരിക്കും, റഫ് ആയിട്ട്. അപ്പോൾ റഫ് ആകുമ്പോൾ മുസന്നയിൽ ഗുലാമായ, അസ്വായ, റാമിയ എന്നായിരിക്കും. ഇനി അടുത്തത് ഗുലാമയ്യ എന്നായിരിക്കും, നസ്ബം വജറ. ഇത് മുസന്ന റഫ് ചെയ്യുമ്പോൾ ഗുലാമായ, നസ്ബും ജറും ചെയ്യുമ്പോൾ ഗുലാമയ്യ. ഓക്കെ, അതുപോലെ ജംഉ മുദക്കർ സാലിം സെയ്ദിയ എന്ന് തന്നെ ആയിരിക്കും, റഫ് അൻ നസ്ബൻ ജറ 3 സമയത്തും. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, അതുകൊണ്ട് വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. ഇനി
ഇന്നെടുക്കാനുള്ള 2 ബെയ്ത്തുകളുടെ ഒരു ഷറഹാണ് പറയുന്നത്. അതിൻ്റെ ഫദീ ജമീ ഉഹല്യ ബഅദു ഫതുഹു ഹുത്തുദി, അത് ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ഫദീ ജമീ ഉഹ, ഈ 4 എണ്ണവും ഏത് മങ്കൂസ്, മക്തൂർ, മുസന്ന, ജംഉ മുദക്കർ സാലിം, ഈ 4 എണ്ണവും അല്യ, അതിൽ യാ, ബഅദു ശേഷം, ഫതുഹുഹ ആ യാ ഇന് ഫത്ഹ് ചെയ്യുക എന്നുള്ളതാണ് ഉഹ്തുദി പിന്തുടരപ്പെട്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും നല്ല അഭിപ്രായം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, ഇനി ഓരോന്നിൽ ഇന്നത്തെ ബെയ്ത്ത പറയുന്നത് വത്തുദ്ഗമു എന്ന് പറഞ്ഞിട്ട് ബെയ്ത്ത് തുടങ്ങുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് ഇദ്ഗാം ചെയ്യപ്പെടുക? ഇല അന്നൽ വാവ ഫി ജംഇൽ മുദക്കർ സാലിം, ജംഉ മുദക്കർ സാലിം, സെയ്ദൂന എന്നാണ് ജംഉ മുദക്കർ സാലിം. അവിടെ അത് യാ ഉൽ മുത്തക്കല്ലിമിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടുമ്പോൾ അവിടുത്തെ ഒരു വാവുണ്ട്, സെയ്ദൂ എന്ന് പറയുന്ന ഒരു വാവ്. ആ വാവ് എന്ത് ചെയ്യും? അതുപോലെ തന്നെ വൽ യാ അഫിൽ മങ്കൂസി, മങ്കൂസിലുള്ള യാ, മങ്കൂസായത് ഇപ്പോൾ ഉദാഹരണം എന്ന് പറഞ്ഞാൽ റാമി എന്നുള്ളിടത്തുള്ള യാ. പിന്നെ വജം ഇൽ മുദക്കരി സാലിമി വൽ മുസന്ന, അതുപോലെ തന്നെ ജംഉ മുദക്കർ സാലിമിൽ തന്നെ യാ ഉണ്ടാവും. ഉദാഹരണം സെയ്ദീന എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ മുസന്നയിൽ യാ ഉണ്ടാവുമല്ലോ, അത് നസ്ബും ജറും ചെയ്യുമ്പോൾ. ഇവിടെയൊക്കെയുള്ള യാവും അതുപോലെ തന്നെ ജംഉ മുദക്കർ സാലിമിൽ തന്നെ ഉള്ളൊരു വാവും തുദ്ഗമു ഫി യാ ഇൽ മുത്തക്കല്ലിം, യാ ഉൽ മുത്തക്കല്ലിമിൽ ഇദ്ഗാം ചെയ്യപ്പെടുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇത് വളരെ ചുരുങ്ങി പറഞ്ഞതാണ്. ആ വാവ് യാ ആക്കി മാറ്റമറിക്കപ്പെടും, എന്നിട്ട് ആ യാവും ഈ യാവും പാടെ ഇദ്ഗാം ചെയ്യപ്പെടും. അതുപോലെ തന്നെ മങ്കൂസിലുള്ള യാവും യാ ഉൽ മുത്തക്കല്ലിമും പാടെ ഇദ്ഗാം ചെയ്യപ്പെടും. ജംഉ മുദക്കർ സാലിമിൽ സെയ്ദീന എന്നുള്ളിടത്തുള്ള യാവും യാ ഉൽ മുത്തക്കല്ലിമും തമ്മിൽ ഇദ്ഗാം ചെയ്യപ്പെടും. മുസന്നയിലുള്ള യാ സെയ്ദൈ അല്ലേ, സെയ്ദൈ എന്നുള്ളിടത്തുള്ള യാവും യാ ഉൽ മുത്തക്കല്ലിമും തമ്മിൽ ഇദ്ഗാം ചെയ്യപ്പെടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു, അത് വളരെ ചുരുക്കി പറഞ്ഞതാണ്. ഇനി അടുത്ത് പറയുന്നുണ്ട് വ ഇൻ മാ ഖബ്ല വാവിൻ ളുമ്മ എന്ന് പറയുന്നുണ്ട് അടുത്തൊരു ബെയ്ത്തിൽ. എന്ന് പറഞ്ഞാൽ ഇല അന്ന മാ ഖബ്ല വാവിൽ ജംഇൻ്റെ വാവിൻ്റെ മുമ്പുള്ള ഹർക്കത്ത്. ഇനി ലമ്മ ഇന്ത വുജൂദിൽ വാവി, അപ്പോൾ ആ വാവ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ മുമ്പുള്ള സംഗതി ലമ്മായിരുന്നുവെങ്കിൽ യജിബു കസ്റു, അതിന് കസ്ർ ചെയ്യപ്പെടണം. ഉദാഹരണം സെയ്ദൂൻ എന്നുള്ളിടത്തുള്ള വാവിൻ്റെ മുമ്പ് ആരാണ്? ദാലാണ്. ദാലിന് എന്താണുള്ളത്? ലമ്മാണുള്ളത്. അപ്പം ഇനി സെയ്ദൂയ എന്നല്ല നമ്മൾ പറയുന്നത്, പിന്നെ എന്താണ്? സെയ്ദിയ എന്നാണ് പറയുന്നത്. വാവ് എന്താക്കപ്പെട്ടു? യാ ആക്കി മാറ്റിമറിക്കപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ദാലിന് ലമ്മുണ്ടായിരുന്നത് കസറാക്കപ്പെടുകയും വേണം. അല്ലാതെ എങ്ങനെ പറയാം? സെയ്ദുയ്യ എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ യജിബു കസ്റു ഇന്ദ ഖൽബിഹ യാ അൻ, ആ വാവിനെ യാ ആക്കി മാറ്റിമറിക്കപ്പെടുമ്പോൾ ഈ ദാലിൻ്റെ ലമ്മ് കസറായിട്ടും മാറും എന്നർത്ഥം. എന്നാൽ എല്ലാ ജംഉ മുദക്കർ സാലിമും ഇങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ സെയ്ദൂൻ എന്നുള്ളത് നമ്മളങ്ങനെ പറഞ്ഞു. എന്നാൽ വേറൊരു ഉദാഹരണം മുസ്തഫ എന്നുള്ളതിൻ്റെ ജംആണ് മുസ്തഫൗൻ. അവിടെ എങ്ങനെ വരുന്നത് നോക്കിയേ. ഫഇല്ലം യല്ലമ്മ, എന്നാൽ ഈ വാവിൻ്റെ മുമ്പുള്ള ലെറ്റർ ഉണ്ടല്ലോ അതിൻ്റെ ഹർക്കത്ത് ലമ്മല്ല, മറിച്ച് ബലിൻ ഫതഹ, അത് ഫതഹ ആയിരുന്നുവെങ്കിൽ ബക്കി അല ഫതഹി, അപ്പോഴും അത് ഇനി ഇദ്ഗാം ചെയ്യപ്പെട്ടു. ഈ വാവ് യാ ആക്കി മാറ്റിമറിച്ചിട്ട് യാ ഉൽ മുത്തക്കല്ലിമിലേക്ക് ഈ മാറ്റിമറിക്കപ്പെട്ട യായിനെ എന്ത് ചെയ്തു? ഇദ്ഗാം ചെയ്താൽ അതിൻ്റെ മുമ്പുള്ള ഹർക്കത്തിന് മാറ്റമൊന്നും വരില്ല. ഉദാഹരണം മുസ്തഫൗൻ എന്നുള്ളിടത്ത് നമ്മളത് ഇതാക്കുമ്പോൾ മുസ്തഫയ്യ എന്നാണ് പറയുക. അത് മുസ്തഫിയ എന്ന് പറയണ്ട. നേരത്തെ സെയ്ദിയ എന്ന് പറഞ്ഞ മാതിരി ഇതോടെ മുസ്തഫിയ എന്ന് പറയണ്ട, മറിച്ച് മുസ്തഫയ്യ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ വാവിനെൻ്റെ മുമ്പുള്ള സംഗതി ലമ്മായിരുന്നുവെങ്കിൽ അതിനെ കസർ ചെയ്യണം, മറിച്ച് ഫത്ത് ആയിരുന്നുവെങ്കിൽ ഫത്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് അവസാനം. ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ശരിയാക്കി വരികയാണ്. അടുത്തത് ആലിഫൻ സല്ലിം, അലിഫിനെ നിങ്ങൾ സാലിമാക്കുക, അതിന് അതേപോലെ തന്നെ നിലനിർത്തുക എന്ന് പറഞ്ഞു. എവിടെ ആയിരിക്കും? മുസന്നയിലായിരിക്കും, അതേപോലെ മക്സൂറിലും ആയിരിക്കും. ഇല അന്നമാക്കാന ആഖിറുഹു അലിഫൻ കൽ മുസന്ന വൽ മക്സൂരി, അവസാനത്തതിൻ്റെ മുമ്പുള്ളത് അലിഫാണെങ്കിൽ അത് മുസന്നയിലും മക്സൂറിലും ആയിരിക്കും. ലാ തുഖ്ലബു അലിഫുഹു യാ, ആ അലിഫിനെ പിടിച്ച് യാ ആക്കേണ്ടതില്ല. ബൽ തസ്ലമു, അതിനെ അങ്ങനെ തന്നെ നിലനിർത്തണം. ഉദാഹരണം ഗുലാമായ എന്നുള്ളിടത്ത് ഗുലാമയ എന്ന് തന്നെ പറയണം, അല്ലാതെ ഗുലാമയ്യ എന്ന് പറയണ്ട. അസായ എന്നുള്ളിടത്ത് അസായ എന്ന് തന്നെ പറയണം. വഅശാറ ബിഖൗലി വഫിൽ മക്സൂർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബാക്കി പറയുന്നുണ്ട്. ആ ബെയ്ത്തിലേക്ക് കടക്കുമ്പോൾ അത് മനസ്സിലാവും. ഇല അന്ന ഹുദൈൽ ഗോത്രം തഖ്ലിബു അലിഫൽ മക്സൂരി ഖാസ, മക്സൂറിൻ്റെ മാത്രം, ഇവിടെ മുസന്നിയുടെ മക്സൂറുണ്ട്, പക്ഷെ മക്സൂറിൻ്റെ അലിഫിനെ മാത്രം യാ ആക്കണം എന്ന് ഹുദൈൽ ഗോത്രം പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഫതഖൂലു അസയ്യ എന്ന് പറയും എന്നർത്ഥം. അമ്മാമ അദാ ഹാദിഹിൽ അർബ, ഈ 4 എണ്ണം അഥവാ മങ്കൂസ്, മക്സൂർ, ജംഉ മുദക്കർ സാലിം, മുസന്ന, ഈ 4 എണ്ണം അല്ലാത്തത് നേരത്തെ നമ്മൾ പറഞ്ഞാണ് മുഫ്രദ്, ജംഉ മുഅന്നസ് സാലിം, അതുപോലെ തന്നെ ജംഉ തക്സീർ, അതുപോലെ മുഅത്തല്ലാണെന്ന് തോന്നുന്ന സഹീഹ്,
ലബിയ് ദൽവൊക്കെ അങ്ങനത്തെ കുറേ സംഗതികളുണ്ടാവും. അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അവസാനത്തിന് ഫത്തഹ് ചെയ്യാം, സുക്കൂൻ ചെയ്യാം. ഗുലാമി എന്നും പറയാം, ഗുലാമിയ എന്നും പറയാം. ദൽവി എന്നും പറയാം, ദൽവിയ എന്ന് പറയാം. ലബി എന്ന് പറയാം, ലബിയ എന്ന് പറയാം. റിജാലി എന്ന് പറയും, റിജാലിയ എന്ന് പറയാം. രണ്ടും ചെയ്യാം, ഫത്തും ചെയ്യാം, അവസാനത്തിൽ സുക്കൂനും ചെയ്യാം എന്നർത്ഥം. ഇനി നമുക്ക് ബെയ്ത്തിലേക്ക് കിടക്കാം. അതും കൂടിയാവുമ്പോൾ ഇത് പൂർണ്ണമാകും ഇൻഷാ അല്ലാഹ്. آخر ما أضيف لليكسر إذا لم يكن معتلا كرام وقذا. യായിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടതിൻ്റെ അവസാനത്തിൽ ഇക്സിർ നിങ്ങൾ കസ്റു തന്നെ ചെയ്യണം. എപ്പോൾ? ഇദാലമ്യക്കും മുഴത്തല്ല, അത് മുഴത്തല്ലായിട്ടില്ലെങ്കിൽ. ഉദാഹരണം, മുഴത്തല്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ച് മങ്കൂസ് മക്സൂറുമാണ്. കറാമി കഥ എന്നുള്ളത് പോലെ. ഔ യക്കു കബിനൈനി, ഇബിനൈനിയെ പോലെ അല്ലാത്തത്, അഥവാ ഏത് മുസന്ന അല്ലാത്തത്. വസൈദീന, ജമ്മു മുദക്കർ സാലിം അല്ലാത്തത്. ഫദീ ജമിയുഹ, അപ്പോൾ ഈ 4 ഏതിൽ? റാമി എന്ന് പറയുന്ന മങ്കൂസ്, കഥ എന്ന് പറയുന്ന മക്സൂർ, ഇബിനൈനി എന്ന ഉദാഹരണമുള്ള മുസന്ന, സൈദീന എന്ന ഉദാഹരണമുള്ള ജമ്മു മുദക്കർ സാലിം. ഈ 4 അല്യ, അതിലെ യാ ബഅദു ശേഷം, ഫത്തുഹുഹ, ആ യാ ഇന് ഫത്ത് ചെയ്യുക എന്നുള്ളതാണ് ഉഹ്തുദി പിന്തുടരപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വത്തുദ്ഗമുല്യ, ജമ്മു മുദക്കർ സാലിമിലെ യാ, വത്തുദ്ഗമുല്യ ഫീഹി വൽ വാവ്, ജമ്മു മുദക്കർ സാലിമിലെ വാവും അതുപോലെ തന്നെ യാവുൽ മുത്തക്കല്ലിമിൻ്റെ യാവും പാടെ ഇദ്ഗാം ചെയ്യപ്പെടും. അതുപോലെ തന്നെ മുസന്നയുടെ യാവും യാവുൽ മുത്തക്കല്ലിം പാടെ ഇദ്ഗാം ചെയ്യപ്പെടും. മങ്കൂസിൻ്റെ യാവും യാവുൽ മുത്തക്കല്ലിം പാടെ ഇദ്ഗാം ചെയ്യപ്പെടും. വഇൻമാ കബില വാവിൻ, വാവിൻ്റെ മുമ്പുള്ളത്, ജംഉ മുദക്കർ സാലിമിൽ വാവിൻ്റെ മുമ്പുള്ളത്, സൈദൂൻ എന്നുള്ളിടത്ത് വാവിൻ്റെ മുമ്പ് ദാലാണ്. ആ ദാല് ലമ്മാണെങ്കിൽ, ലുമ്മ, അത് ലമ്മാണെങ്കിൽ ഫക്സിർഹു, അതിന് നിങ്ങൾ കസർ ചെയ്യണം, യഹുൻ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം എളുപ്പമാകും. അല്ലെങ്കിൽ പിന്നെ സൈദുയ്യ എന്ന് പറയേണ്ടി വരും, ഭയങ്കര ഇടങ്ങറാകും. വ അലിഫൻ സെല്ലിം, എന്നാൽ മുസന്നയിലും മക്സൂറിലുമുള്ള അലിഫിനെ സെല്ലിം നിങ്ങൾ അതേപോലെ നിലനിർത്തുകയാണ് വേണ്ടത്. എന്നാൽ വഫിൽ മക്സൂരി, മുസന്നയും മക്സൂറും നമ്മളിപ്പോൾ നിയമം പറഞ്ഞു. എന്നാൽ മക്സൂറിൽ മാത്രം അൻ ഹുദൈലിൻ, ഹുദൈൽ ഗോത്രത്തിന് ഇൻകിലാബുഹ, ആ അലിഫിനെ മാറ്റിമറിക്കൽ ആണ്, യാ ആക്കി മാറ്റിമറിക്കുന്നതാണ് ഹസന, നന്നായിട്ടുള്ളത്. അവരങ്ങനെയാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നിങ്ങനെ എഴുതി വെച്ചാൽ ഇത് എളുപ്പമാണ്, അല്ലെങ്കിൽ പ്രയാസമായിട്ട് തോന്നും. ഈ 4 എഴുതി വെക്കുക. അതിൽ ഓരോ അഭിപ്രായങ്ങളും അതോട് ചേർത്ത് എഴുതി വെച്ചാൽ ഇൻഷാ അല്ലാഹ് ഉഷാറാകും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിന് മുമ്പ് ഓരോരുത്തരും ഈ ടാസ്ക് ഈ 2 കാറ്റഗറി ആക്കിയിട്ട് അതിൽ എന്തൊക്കെയാണ് പറ്റുന്നത്, ഏതൊക്കെയാണ് മഷൂറായ അഭിപ്രായം, മറ്റേതെങ്കിലും അഭിപ്രായമുണ്ടോ എന്നൊക്കെ പൂർണ്ണമായി വളരെ കൃത്യമായിട്ട് എഴുതിയിട്ട് എനിക്ക് അയക്കണം. CCൻ്റെ വർക്ക് ഇനി തുടർച്ചയായിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്, മറക്കരുത്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.